ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് കൊട്ടിയൂർ പോയി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസമായി അല്ലേ, ഇന്നേക്ക് തീർന്നു. അപ്പോൾ അവിടെ ഒരു അത്ഭുതം എനിക്ക് കാണാനിടയായി. ആ ഭാഗ്യം എനിക്ക് കിട്ടി. അത് നിങ്ങളെയും ഞാൻ കാണിച്ചു തരുന്നു. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഒന്നും പറയണ്ടല്ലോ, കമൻറ്റും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് പോയ ആ അത്ഭുതം നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ആ അത്ഭുതം എന്താണെന്ന് അവസാനം നിങ്ങൾ കാണാം, ഉറപ്പാണ്. അപ്പോൾ കൂടെ വരൂ. ഓക്കെ. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ, ഞാനങ്ങനെ ബസ്സിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ ബസ്സിൽ യാത്ര തുടർന്നു. ആ ബസ്സിലുള്ള യാത്ര എന്ന് വെച്ചാൽ ഒരു മനോഹരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം KSRTC ബസ്സിൽ യാത്ര ചെയ്യാനാണ്. പക്ഷേ KSRTC ബസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലോ, സ്പെഷ്യൽ ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ ദിനംപ്രതി ബസ്സുകളുണ്ട്. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ബസ് തിരഞ്ഞെടുത്തു. അങ്ങനെ നമ്മളെ പുതിയ ഹൈവേൻ്റെ പണിയാണ് ഈ നടക്കുന്നത് കേട്ടോ. ഏതാണ്ട് പണിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. അതിമനോഹരമായ റോഡുകളാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഈ ജംഗ്ഷൻ ചാല ജംഗ്ഷനാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കൂത്തുപറമ്പ് പോവും, വലത്തോട്ട് തെറ്റിക്കഴിഞ്ഞാൽ തലശ്ശേരി ഭാഗത്തേക്ക് പോകും. ആ ഒരു മെയിൻ ജംഗ്ഷനാണ് ഇത്. അടുത്ത സ്ഥലം പെരളശ്ശേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. പെരളശ്ശേരി ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെയാണ് പ്രശസ്തമായ പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ ആ മഞ്ഞ ബോർഡ് കണ്ടോ? ആ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എത്തി. ഈ കാണുന്നത്, അതിനുശേഷം പുറപ്പെട്ടതിന് ശേഷം ഈ കാണുന്നത് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് ഒരു ചായയെല്ലാം കുടിച്ച് ബസ്സിൽ കയറി വീണ്ടും നമ്മളെ കൊട്ടിയൂരേക്ക് യാത്ര പുറപ്പെട്ടു. അതിമനോഹരമാണ് നമ്മളെ കൂത്തുപറമ്പ്. അങ്ങനെ കൊട്ടിയൂരെത്തിയ അവസ്ഥ കണ്ടോ? ജനങ്ങളിങ്ങനെ കൂടി വരുമെന്നായി. പ്രത്യേകിച്ചും കർണാടകക്കാർ. സ്ത്രീകൾക്ക് പ്രവേശനമില്ല അവസാന ദിവസങ്ങളിൽ. അങ്ങനെ അവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ സമയമായി, അടച്ചു. അക്കരെ കൊട്ടിയൂരേക്ക് പോകാൻ പറ്റില്ല. കാരണം കഴിഞ്ഞു, ചടങ്ങുകളിൽ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു മുളയരി പായസം കഴിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ ബന്ധാക്കി, അക്കരെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവിടെ പോകണം, എത്തണമല്ലോ, എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ആ മഹാഭാഗ്യം കിട്ടിയത്, കാണാനിടയായത്. അത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഓക്കെ. അങ്ങനെ കർണാടകയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അവർക്ക് അനൗൺസ്മെൻറ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ഇനി അക്കരെ കൊട്ടിയൂർ പോകാൻ പറ്റത്തില്ല. ഇക്കരെ കൊട്ടിയൂർ നാളെ മുതൽ നട തുറക്കുന്നതായിരിക്കും, അവിടെ ദർശനം സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കന്നഡ ഭാഷയിലൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. മലയാളികൾക്കൊക്കെ അറിയാം. പക്ഷേ കർണാടക ആൾക്കാർ ഫസ്റ്റ് തവണ വരുന്നവരായിരിക്കും. ഇവർക്ക് ഈ ഇവിടെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അത് അടുത്ത പ്രാവശ്യം വളരെ സുരക്ഷതയോടുകൂടി, കാര്യക്ഷമതയോടുകൂടി ദേവസ്വം അധികൃതരും നാട്ടുകാരും എല്ലാവരും അതിന് വിനിയോഗിക്കണം, നല്ല രീതിയിൽ നടത്തപ്പെടുവാൻ. കാരണം വമ്പിച്ച ജനപ്രവാഹങ്ങളായിരിക്കും ഇനി അടുത്ത വർഷങ്ങൾ മുതൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് വന്ന് ദർശനം ചെയ്യാനും ബാക്കിയുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണം. അതുപോലെ തന്നെ സദ്യ, ഭക്ഷണം, അന്നദാന മണ്ഡപങ്ങളൊക്കെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഞാനിതിങ്ങനെ ചുറ്റി നടന്ന് പോവുകയാണ്. പഴയ പണ്ട് കാലങ്ങളുടെ ഓർമ്മകളെല്ലാം ഇറക്കി. അതുപോലെ തന്നെ എനിക്ക് ഓടപ്പൂ മേടിക്കാനുണ്ടായിരുന്നു. ഓടപ്പൂക്കളൊക്കെ മേടിച്ചു. അതിനുശേഷമാണ് വേറൊരു വഴിയിലേക്കൂടി മുതിരേരി വാൾ വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടത്. ഉടനെ അവിടെ പോയി. എൻ്റെ കൺമുമ്പിൽ ദാ വന്നു മുതിരേരി വാൾ. ദക്ഷയാഗം നടന്ന ദക്ഷൻ്റെ തലയറുത്ത ആ വാൾ. അതിനെ വണങ്ങി പ്രാർത്ഥനയോടുകൂടി ശിവശങ്കര നാരായണ ഗോവിന്ദ എന്ന് വിളിയോടുകൂടി സ്വീകരിച്ചു. മനോഹരമായ പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചില്ല.
പിടിക്കാൻ നോക്കണേ. അങ്ങനെ മുതിരേരി വാള് ദർശന സൗഭാഗ്യം നേടിയതിന് ശേഷം ആയില്യാർക്കാവ് അവിടെ ദർശനം നടത്തി. കൂടാതെ ഇക്കരെ കൊട്ടിയൂരും ദർശനം നടത്താനുള്ള ഭാഗ്യമുണ്ടായി. ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരുമാണുള്ളത്. ഇക്കരെ കൊട്ടിയൂരിൽ ഈ വൈശാഖ മഹോത്സവം സമാപിച്ചതിന് പിറ്റേ ദിവസം മുതൽ അവിടെ നട തുറക്കുന്നതായിരിക്കും. ഈ ആയില്യക്കാവിൽ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു വാതിൽ അവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ നേരെ കാണുന്നതാണ് ഇക്കരെ കൊട്ടിയൂർ. ഇവിടെ ദർശനം നടത്തുക. ഇവിടെ നട തുറക്കില്ല വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത്. വൈശാഖ മഹോത്സവം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നാണ് ഇവിടെ നട തുറക്കുക. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ. ഭക്തിസാന്ദ്രമായ കാഴ്ചകളാണ്. നമ്മളെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് തരുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. ഭക്തി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് നിങ്ങൾ തരുക. പുതിയൊരു വീഡിയോ ആയിട്ട്